കാവലായിട്ട് മുത്തപ്പൻ എന്നൊരു ബേബിലാ നമസ്കാരം. ഞാൻ അരുൺ തിരുവണ്ണ. എന്റെ സ്വദേശം മണത്തണ കൊട്ടിയൂർ ദേശമാണ്. മുത്തപ്പനെ കുറിച്ച് അറിയാനുമില്ല. മുത്തപ്പന്റെ രണ്ട് രൂപങ്ങളാണ്. ഒന്ന് വലിയ മുത്തപ്പനും ഒന്ന് ചെറിയ മുത്തപ്പനും. രൂപം കൊണ്ടാണ് നമ്മൾ വലുതും ചെറുതും പറയുന്നത്. ഒന്ന് വിഷ്ണു ഒന്ന് ശിവനും. മറ്റേ ഇതിപ്പോ ചെറിയ മുത്തപ്പന്റെ കൊടുമുടി എന്ന് പറയുന്നത്. ഇത് ചെറിയ മുത്തപ്പന്റെ കൊടുമുടി. ശിവനും വിഷ്ണുവായിട്ട് രണ്ട് ദേവന്മാർ രണ്ട് രൂപത്തിൽ വന്നതാണ്. ഈ മധുവിനും മാംസത്തിനും വേണ്ടി കൊതിച്ചിട്ട് മധുവിനും മാംസത്തിനും വേണ്ടി കൊതിച്ച് പാടിക്കുറ്റിക്ക് കുട്ടികളിലായിട്ട് അങ്ങനെ ശിവനെ ധ്യാനിച്ചു. ശിവഭക്തിയായിട്ട് നയ്യങ്കര തങ്കമ്മ പാടിക്കുറ്റി സന്താനത്തിനാണ് വിഷ്ണു ശംഖുചക്ര കഥാപാത്രത്തോണ്ട് ഈ തിരുനെറ്റി കല്ലുമിൽ ഭഗവാനെ കിട്ടുന്നത്. അതാണ് വിഷ്ണുവിൻ്റെ ഇതിൻ്റെ കഥകളും. കുട്ടിയായിട്ട് വിഷ്ണു പറക്കും. അതിൻ്റെ പൂർണ്ണരൂപം ഭഗവാൻ ആദ്യം കാണിച്ചു. പിന്നെ അവർ രണ്ടാളും ഈ വേടരൂപമായിട്ട് മലകുള കുന്നത്തൂർപ്പാടിയാണ് ഇതിൻ്റെ ആരോടും പറയും. പിന്നെ കണ്ണിത്ത് കുന്നത്തൂർ കഴിഞ്ഞ് പുരളിമല, പിന്നെ പറശ്ശിനിയുണ്ട്. അങ്ങനെ കുറേ എണ്ണയില്ലാത്ത മടപ്പര. നിത്യോത്സവമെന്ന് മടപ്പര, പറശ്ശിനി മടപ്പര. ചരിത്രം ഇവർ രണ്ടും ഈ മധുവും മാംസവും ഈ കള്ളും റാക്കും പിന്നെ കാട്ടുപന്നി കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ചുട്ടും കരിച്ചു. പുഴ മത്സ്യങ്ങൾ അങ്ങനെ വേട്ടയാടി നായാടി ഇതെല്ലാം കരിച്ച് തിന്നും കുടിച്ചും വരുന്നതാണ്. സാധാരണക്കാരൻ്റെ ദേവനാണ്. കലിയുഗ ദേവൻ എന്നാ പറയാ ദേവൻ. ഇന്നിപ്പോൾ മുത്തപ്പൻ ഇല്ലാത്തൊരു ദേശമില്ല. എല്ലാ ദേശത്തിലും വിദേശത്തടക്കം മുത്തപ്പൻ പോയിട്ട് മുത്തപ്പൻ കൊണ്ടുവരണം. നമ്മളെ മലയാളികൾ ഭക്തന്മാർ ഏടിയുണ്ട്, അവിടെയൊക്കെ മുത്തപ്പനുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന സ്ഥലത്തെത്തിയില്ലേ. അപ്പോൾ ഇവിടെയും ഭക്തന്മാരുണ്ട്. നമുക്ക് യാദൃശ്യമായിട്ട് എത്താൻ പറ്റി. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഭക്തന്മാർക്ക് എപ്പോൾ എങ്ങനെ വിളിച്ചാലും ഭഗവാൻ കൂടിയുണ്ട്. കലിയുഗത്തിന് പ്രത്യക്ഷ രൂപനാണ് ഏത് കാര്യത്തിനും. ഇപ്പം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിപാടുകൾ, എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, അത് ഭഗവാനോട് പറഞ്ഞാൽ സാധിക്കും. കേരളത്തിലെ വടക്കൻ മലബാറിന്റെ ആത്മീയ പാരമ്പര്യത്തിൽ അതീവ പ്രത്യേക സ്ഥാനമുള്ള ദൈവമാണ് മുത്തപ്പൻ. ഞാൻ ആദ്യമായാണ് മുത്തപ്പനെ കാണുന്നത്. ദൈവത്തെ കാണുന്നതല്ല, ഒരു മായാലോകത്തിലേക്ക് കടക്കുന്നത് പോലെ. ചെണ്ടയുടെ ശബ്ദവും വിളക്കുകളുടെ പ്രകാശവും ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ മുഴുവൻ ഒരു ദൈവിക അന്തരീക്ഷമായി മാറുന്നു. തെയ്യം ആചാരത്തിലൂടെ മനുഷ്യരിലേക്ക് എത്തുന്ന ഈ ദൈവത്തെ വിശ്വാസികൾ വളരെ അടുത്തവനായി കരുതുന്നു. സാധാരണ ദൈവാരാധനകളിൽ നിന്നും വ്യത്യസ്തമായി മുത്തപ്പന്റെ ആരാധനയിൽ സമത്വവും ജനപങ്കാളിത്തവും ഏറെ പ്രധാനമാണ്.
മലയിറക്കമെന്ന ചടങ്ങിനു ശേഷം മുത്തപ്പൻ പൂർണ്ണരൂപത്തിലെത്തുന്ന ആ നിമിഷം അവിടുത്തെ വായുവിനു പോലും ഒരു ആത്മീയത നിറഞ്ഞു നിൽക്കുന്നുവെന്ന് തോന്നും. വിളക്കുകളുടെ പ്രകാശത്തിൽ നൂറുകണക്കിന് കണ്ണുകൾ ഒരു ദൈവത്തെ കാത്തു നിൽക്കുന്നു. മുത്തപ്പൻ വേഷം സമൃദ്ധമായ അലങ്കാരങ്ങളാൽ നിറഞ്ഞതാണ്. തിരുമുടി, കാതാഭരണം, നെഞ്ചാഭരണം, കൈവളകൾ, ചിലമ്പ് ഇവയെല്ലാം ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും പ്രതിനിധീകരിക്കുന്ന അടയാളങ്ങളാണ്. ആ വേഷം ധരിക്കുന്നയാൾ ഒരു നിമിഷം മുതൽ ഒരു മനുഷ്യൻ മാത്രമല്ല, ദൈവത്തിൻ്റെ രൂപമായി മാറുന്നു. മുത്തപ്പൻ ആരാധനയിലെ മറ്റൊരു പ്രത്യേകത പ്രസാദമാണ്. ചെണ്ടയുടെ താളം അടിക്കടി മാറുന്നു, ശബ്ദം ഉയരുന്നു, താളം ശക്തമാകുന്നു. ആ ശബ്ദത്തിനിടയിൽ ഇടയ്ക്കിടെ ഉയരുന്ന മുത്തപ്പന്റെ നാദം. ആരോരുമില്ലാത്ത മനസ്സുകൾക്ക് കാവലായി മുന്നിലെത്തുന്ന ഒരു ദൈവം.
മുത്തേ കുടപടി എന്റെ പുത്രന്മാർ എന്റെ സന്താനങ്ങൾക്ക് മുഖ്യവും വിശ്വാസം മനസ്സറിഞ്ഞ് ഇന്നത്തെ ശക്തിയും യഥാർത്ഥത്തിൽ വ്യാപിക്കുകയും ചുവപ്പ്, മഞ്ഞ, ഇളം പച്ച, കറുപ്പ്, വെള്ളി, തങ്കം. ഓരോ നിറത്തിനും ഒരു കഥയുണ്ട്. ഓരോ അലങ്കാരത്തിനും ഒരു പാരമ്പര്യം. അമ്പും വില്ലും കയ്യിൽ ഏന്തി ഇടയ്ക്കിടെ വാൾ വീശിയും ചെണ്ടയുടെ താളത്തിനൊപ്പം മുത്തപ്പൻ മുന്നോട്ട് നീങ്ങുന്നു. ആ നിമിഷത്തിൽ അവിടെ മുഴുവൻ ഒരു ശക്തി നിറഞ്ഞു നിൽക്കുന്നു. പ്രകൃതിയുള്ള കാലം വരയ്ക്കും മുത്തപ്പനെന്നും ഒളിമങ്ങാതെ നിലനിൽക്കുന്നു. താമ്പൂത്തിന്റെ മഹാത്മത്തിന്റെ കാര്യം എന്റെ സന്താനങ്ങളുടെ മനസ്സെന്ന് മുത്തപ്പം കൂടെ വേണം. എടുത്തു പറയാൻ മനസ്സറിഞ്ഞ് മുടക്ക ബ്രാഹ്മണ പിതാവിനും വലിയ കൂടാ മുത്തപ്പ എനിക്ക് മുത്തപ്പ കൂടെ ഇഷ്ടം. ഭക്തന്മാരെ കണ്ട് അന്ത്യം എടുത്ത് പറയേണ്ട മുത്തപ്പ കണ്ടു ഞാൻ പറയും.